വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഈ മീൻകറി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. വീഡിയോ അവസാനം വരെ തന്നെ കാണുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നല്ല ഒന്നാം തരം കേരമീൻ വെച്ചിട്ടുള്ള കറിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, നാവിൽ വെള്ളം ഊറും ഉറപ്പാണ്. കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നന്നായി തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്. 10-15 ചുവന്നുള്ളി ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ചുവന്നുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 5-6 വെളുത്തുള്ളി നമുക്ക് ഇതിനായിട്ട് എടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ ചേർത്ത് കൊടുത്ത ഉള്ളി, പച്ചമുളക് എന്നിവയുടെ എല്ലാം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം ബാക്കി ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ വാളംപുളി ഉപയോഗിച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വ്യത്യസ്ത രുചികളിലുള്ള മീൻ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇതവിടെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് അടിക്കാനും അനസ്മോനു വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ചോറിൻ്റെയും കപ്പയുടെയും ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആരും മറക്കരുതേ. ഇനി നമുക്ക് ഈ കറി പ്രത്യേകമായിട്ട് താളിച്ചെടുക്കാനും ഒന്നുമില്ല. നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേരമീൻ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളാണെന്ന് കണ്ടില്ലേ. നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുതേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.